ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എണീറ്റപ്പോൾ ലേറ്റായി. അങ്ങനെ ഒരു അബദ്ധം പിടിച്ചൊരു ദിവസമായിപ്പോയി. നമ്മൾ ലേറ്റായി കഴിഞ്ഞാൽ പിന്നെ എല്ലാം നമ്മുടെ ഒരു പ്ലാനിലൊന്നും പോവില്ല. ഞാൻ രാവിലെ എന്നത്തെ സമയത്ത് ഉണർന്നു, പക്ഷേ കുഞ്ഞു മോന് കുറച്ചുകൂടി കിടക്കാനായിട്ട് ആവശ്യപ്പെട്ടു. പിന്നെ അങ്ങ് കിടന്ന് കുറച്ച് നേരം കൂടി അവൻ ഉണർന്നാലും നമ്മളെ ജോലി നടക്കൂല, പിണങ്ങ്. അതിനേക്കാളും ഈ തണുപ്പത്ത് തന്നെ ഉണർത്തി വിടണ്ടെന്ന് വെച്ചിട്ട് കുറച്ച് നേരം കൂടെ കിടന്ന് അങ്ങനെ കിടന്നതങ്ങ് 1 മണിക്കൂറായിപ്പോയി. എണീറ്റപ്പോൾ ലേറ്റായി. പിന്നെ കാപ്പി കൊടുത്തു വിടാമെന്ന് വിചാരിച്ച് ഇഡ്ഡലിയുടെ മാവുണ്ടായിരുന്നു. സാമ്പാർ കൂടി റെഡിയാക്കി. അവനിഷ്ടമാണ് കാപ്പി കൊണ്ടുപോവുക. ഞാൻ നിർബന്ധിച്ചിട്ടാണ് ചോറ് കൊടുത്തു വിടുന്നത്. കാരണം പെട്ടെന്ന് കഴിക്കാനൊക്കെ അവർക്ക് അതാണ് എളുപ്പം. ഇത് തുറന്ന് ചോറും കറിയൊക്കെ എടുത്ത് കുഴച്ചൊക്കെ വരുമ്പോഴത്തേക്കും സമയമാവും, ബ്രേക്ക് കഴിയും. അതാ പ്രശ്നം. അപ്പം നമ്മൾ ഈ 60 രൂപ കിറ്റുണ്ടല്ലോ പച്ചക്കറിയുടെ, അതിലുള്ള വെണ്ടയ്ക്ക, കത്തിരിക്ക, ടൊമാറ്റോ, അങ്ങനെ കുറച്ച് സാധനങ്ങൾ, ചേമ്പ്, അതെല്ലാം കൂടി, പച്ചമുളക്, പടവലങ്ങ, ഇതെല്ലാം കൂടി അരിഞ്ഞ് അതിൽ ഈ വെള്ളരിക്കയ്ക്ക് പകരം അവരിപ്പോൾ ഈ സലാഡ് വെള്ളരിയൊക്കെയാണ് തരുന്നത്. വെള്ളരിയൊന്നും ഇല്ല, മുരിങ്ങയ്ക്കൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഉള്ളതിനെയൊക്കെ കട്ട് ചെയ്തെടുത്ത് പരിപ്പൂടി കഴുകിയിട്ട് ഞാൻ വിചാരിച്ചു ഒരുമിച്ച് കുക്കറിലിടാൻ. അങ്ങനെ എൻ്റെ കുക്കറിൽ പെട്ടെന്ന് ഇങ്ങനെ പ്രഷർ പോവില്ല, വിസിൽ പോവില്ല. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, വെന്തുടയൊന്നും പേടിക്കണ്ടല്ലോ. ഇതെല്ലാം കൂടി ഇട്ട് അതിൻ്റെ കൂടെ പരിപ്പും കഴുകിയിട്ട് കുറച്ച് വെള്ളവും ചേർത്ത് മഞ്ഞൾപ്പൊടി, കായം, ഉപ്പ് ഇതെല്ലാം കൂടി ഒരുമിച്ച് 1-2 പ്രഷർ പോയി കഴിഞ്ഞപ്പോൾ ഓഫ് ചെയ്തിട്ട് നമ്മുടെ വറ്റൽമുളക് ഉണ്ടല്ലോ, കടുക് വറുക്കുന്ന മുളക്, കടുക്, ഉലുവ, ചെറിയുള്ളി, മല്ലിയില, ഇതെല്ലാം കൂടി വെളിച്ചെണ്ണയിൽ കടുക് വറുത്ത് കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് അതുകൂടി വഴറ്റി ഈ നമ്മൾ വേവിച്ച് വെച്ച കഷ്ണത്തിലേക്ക് ചേർത്ത് അല്പനേരം ഒന്ന് ചൂടാക്കി ഇളക്കിയൊക്കെ എടുക്കുമ്പോഴത്തേക്കും സാമ്പാർ റെഡി. ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസമില്ല, പെട്ടെന്നാവും. നിങ്ങൾ വേഗം എന്നൊക്കെ വയ്ക്കുകയാണെങ്കിൽ അത് നല്ലതാണ്. അല്ലാതെ ഇങ്ങനെ അമരയ്ക്കയും പരിപ്പും മുരിങ്ങയ്ക്കയും ഉള്ളി ആദ്യം വേവിച്ച് പിന്നെ രണ്ടാമത് കഷ്ണമിട്ട് അങ്ങനെയൊക്കെ ഒരുപാട് അതിൻ്റെ പ്രൊസീജിയർ ആകുമ്പോൾ ഓരോ പ്രാവശ്യവും ഇതിൻ്റെ പ്രഷർ പോകാനും വിസിൽ പോകാനൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ പെട്ടെന്നൊക്കെ നമുക്കിങ്ങനെ ചെയ്യാവുന്നതാണ്. പിന്നെ എന്താണ്, എനിക്കിത് കഴിഞ്ഞ് ഇനി യോഗ ക്ലാസ്സിനൊക്കെ പോകണം. ഇളയവനെ പിന്നെ ഉള്ള കാര്യങ്ങൾ നോക്കണം. അപ്പോൾ ഞാൻ വെച്ച് ഉച്ചയ്ക്ക് ഇനി ഒരു മുട്ട അവിയലൂടി വെച്ച് അച്ചാറും വറുത്ത മുളകുണ്ടല്ലോ, നമ്മുടെ തൈര് മുളകൊക്കെ ഇരിക്കുന്നത്, അപ്പോൾ അതൊക്കെ മതിയെന്ന് വിചാരിച്ചു. ഇത് സാമ്പാർ നമ്മൾ ദോശ, ഇഡ്ഡലിയൊക്കെ വളരെ കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ട് സാമ്പാർ കുറച്ച് അധികം കഴിച്ചാലും ഏറ്റവും നല്ലതാണ്. അതിൽ പച്ചക്കറികളും ഡാലും എല്ലാം വരികയില്ലേ. അപ്പോൾ പിന്നെ പിള്ളേർക്ക് എപ്പോഴും കാപ്പി തന്നെയാണ് ഇഷ്ടം. പക്ഷെ നമുക്കിങ്ങനെ വൈകി എണീറ്റ് ഭയങ്കര ഒരു റിഗ്രറ്റാണ്. ഇതെല്ലാം പോയി ഒന്നിനൊന്നും എല്ലാം ഇടിപിടിയുന്നായിരുന്നു. പിന്നെ പ്രകൃതിയൊന്നും നോക്കിയില്ല, പ്രകൃതി രമണീയതയൊന്നും. പിന്നെയാണ് ഒന്ന് നോക്കിയത്, എന്തൊക്കെയായോ ഇത്രയും സമയമായി എന്നൊക്കെ ഒന്ന് നോക്കി മോനെ പറഞ്ഞ് വിട്ടു. അപ്പം ഇന്ന് തിരക്ക് പിടിച്ച ദിവസം, നാളെ നേരത്തെ എണീക്കാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ലവ് യു ആൾ.